നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുകയാണ്, എന്തും സംഭവിക്കാം. കഴിഞ്ഞ യൂറോ കപ്പ് കഴിഞ്ഞത് മുതൽ കേൾക്കുന്നൊരു വാർത്തയാണ് നിക്കോ വില്യംസ് ടു ബാഴ്സലോണ. പക്ഷെ അതിനിടയ്ക്ക് ആ ഡീൽ ഓഫായി എന്നുള്ള വാർത്തയും വന്നിരുന്നു. നിക്കോ അദ്ദേഹത്തിന്റെ നിലവിലെ ക്ലബിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണ് എന്ന്. പക്ഷെ ഇപ്പോൾ വീണ്ടും വാർത്തകൾ സജീവമാവുകയാണ്. ഒരു സ്പാനിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് നിക്കോ വില്യംസ് ബാഴ്സലോണയോട് യെസ് പറഞ്ഞു എന്നാണ്. അവരത് റിപ്പോർട്ട് ചെയ്യുന്നത് ബാഴ്സയിലെ ചില സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെയാണ്. വരുന്ന ആഴ്ചയോടുകൂടി ഈ ഡീല് ഫൈനലൈസ് ആവും എന്ന തരത്തിലാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടീവോയുടെ റിപ്പോർട്ട് പറഞ്ഞാൽ അതിൽ പറയുന്നത് ഇപ്പോഴും നിക്കോ വില്യംസ് ബാഴ്സലോണയുടെ ആവശ്യത്തിനോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നാണ്. ക്ലബ്ബ് ഈ ഒരു ഡീല് നടക്കുകയാണെങ്കിൽ, ബാഴ്സലോണയ്ക്ക് ഈ ഒരു ഡീല് നടക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 24 മുമ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതാണ് ബാഴ്സലോണ അത്ലറ്റിക് ക്ലബ്ബുമായിട്ട് കളിക്കുന്നത്. സ്റ്റിൽ നിക്കോയിൽ നിന്ന് ഒരു റിപ്ലൈയും ഇല്ലെങ്കിൽ, അദ്ദേഹം ഗെറ്റാഫയ്ക്കെതിരെ തേഴ്സ്ഡേ കളിക്കുകയുമാണെങ്കിൽ ബാഴ്സ മറ്റ് ഓൾട്ടർനേറ്റീവ്സ് പരിഗണിക്കും എന്നാണ് ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഡീൽ ഓഫാണ് എന്ന് ഇപ്പോൾ ആരും പറയുന്നില്ല. നേരത്തെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം പറയുന്നത് സ്റ്റിൽ നിക്കോ വില്യംസിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ പറയുന്നത്. അതേസമയം സ്പോർട്ട് പറയുന്നത് യെസ് പറഞ്ഞു കഴിഞ്ഞു എന്ന്. എന്നാൽ ഇതിൽ ഫബ്രീസിയോ റൊമാനോ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാൻ വലിയ ആഗ്രഹം ഉണ്ടാവും. ഫബ്രീസിയോ പറഞ്ഞത് സ്പെയിനിൽ നിന്നുള്ള ചില മാധ്യമങ്ങൾ നിക്കോ വില്യംസ് ബാഴ്സലോണക്ക് ഗ്രീൻ ലൈറ്റ് കൊടുത്തു എന്ന് വാർത്ത കൊടുക്കുന്നുണ്ട്. ആ ന്യൂസ് പേപ്പേഴ്സിനെയും മറ്റുമൊക്കെ ഞാൻ ബഹുമാനിക്കുകയാണ്. പക്ഷെ എനിക്ക് ആ ഇൻഫോർമേഷൻ ഗ്യാരണ്ടി ചെയ്ത് പറയാൻ പറ്റില്ല. എനിക്കറിയാവുന്നത് ബാഴ്സ ഇപ്പോഴും പ്ലെയറുമായിട്ട് ഡെയിലി ബേസിസിൽ, അതായത് പ്ലെയറുടെ ഏജന്റുമായിട്ട് ഡെയിലി ബേസിസിൽ കോണ്ടാക്ട്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ചുരുക്കത്തിൽ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഡീൽ ഓഫ് ആയിട്ടില്ല എന്ന് ഫബ്രീസിയോയും പറയുന്നു, മുണ്ടോ ഡിപ്പോർട്ടീവോയും അത് തന്നെ പറയുന്നു. പക്ഷെ എസ് പറഞ്ഞു എന്നാണ് സ്പോർട്ട് പറയുന്നത്. ഏതായാലും കാര്യം വ്യക്തമാണ്. ഇപ്പോഴും സംഗതി ഒരു ഫൈനലിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റിൽ ബാഴ്സലോണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഫബ്രീസിയോ അടക്കമുള്ളവർ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന്റെ